എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദ ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും തമിഴിൽ നിന്നാണെങ്കിലും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ഹിന്ദിയിൽ ആ ഒരു സ്പൈ യൂണിവേഴ്സ് വന്നതിന് ശേഷം LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം മലയാളത്തിൽ അത്തരത്തിലുള്ള ഒരു സിനിമ നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്താണ് ഒരു പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ നിന്ന് സംഭവിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ഒരു സൂപ്പർ നാച്ചുറൽ പവറായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു വലിയ സിനിമ റിലീസായി വളരെ നല്ല പ്രേക്ഷക പ്രതികരണമാണ് ആ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി കൺസീവ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഡൊമിനിക് അരുൺ. ഡൊമിനിക് അരുണിൻ്റെ ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, ടൊവിനോ നായകനായിട്ടുള്ള തരംഗം എന്ന മൂവി. അതിനുശേഷം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ലോക. ഇതിൻ്റെ സ്റ്റോറി അദ്ദേഹം കൺസീവ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു 70s-ലും 80s-ലും ഒക്കെ കേട്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ ഈ ഒരു പുതിയ യൂണിവേഴ്സിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹം ഈ സിനിമയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ ശാന്തി ബാലചന്ദ്രൻ കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ ലീഡ് ചെയ്തിട്ടുള്ളത് ഡെഫിനറ്റ്ലി കല്യാണി പ്രിയദർശൻ. അതുപോലെ മറ്റ് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് നസ്ലിൻ, അതുപോലെ സാൻഡി, വിജയരാഘവൻ, ചന്തു സലീം കുമാർ, അവരൊക്കെയാണ് ഇതിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എടുത്ത് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു കാണുന്ന സമയത്ത് ഇതൊരു മലയാള സിനിമയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഓരോ പ്രേക്ഷകനെയും ഈ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണ് ലോക. ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. DOP നിമീഷ് രവി, അതുപോലെ ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ചമൻ ചാക്കോ ആണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് പടങ്ങളിലായിട്ട് നമ്മൾ ആ ഒരു ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നതാണ്. അതിൻ്റെ വളരെ വലിയ ഒരു ഇൻറ്റൻസിൽ തന്നെയാണ് ഈ സിനിമയിലത്തെ സീക്വൻസുകൾക്ക് BGM ആയാലും അല്ലെങ്കിൽ മ്യൂസിക് ആയാലും ജെയ്ക്സ് ബിജോയ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സിനിമയുടെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു കല്യാണി പ്രിയദർശൻ മൂവി തന്നെയാണ്. കാരണം അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കല്യാണി കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഈ ഒരു സിനിമയിൽ കല്യാണിക്ക് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് ആ ലുക്സ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ഭയങ്കര ടഫായിട്ടുള്ള സീക്വൻസുകളും സീൻസുകളും അതുപോലെ ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് കല്യാണി ചെയ്തിട്ടുള്ളത്. അത് വളരെ വളരെ നല്ല രീതിയിൽ ഓരോ പ്രേക്ഷകനെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ക്യാരക്ടർ പിന്നെ ചെയ്തിട്ടുള്ളത് കല്യാണിയുടെ കൂടെ നസ്ലിനാണ്. നസ്ലിൻ്റെ നമ്മൾ ഇതിനു മുമ്പത്തെ സിനിമകളിൽ കണ്ടുവരണ പോലത്തെ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെയാണ് നസ്ലിൻ. അത് നല്ല രീതിയിൽ കല്യാണിയുടെ കൂടെ ഒരു നല്ല ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഈ പടത്തിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് സാൻഡിയാണ്. സാൻഡിനെ എനിക്ക് തോന്നുന്നത് ലിയോ ആ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള എല്ലാവരും ഓർക്കുന്നൊരു ക്യാരക്ടറായിരിക്കാം. ഒരു കഫേലത്തെ ഫൈറ്റും ആ ഒരു റിലേറ്റഡ് സീക്വൻസുകളൊക്കെ. അപ്പം അതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ശരിക്കും ഈ ഒരു സിനിമയിൽ സാൻഡി ചെയ്തിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ പടത്തിൽ ത്രൂ ഔട്ടായിട്ട് ആ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്കെടുത്ത് പറയാൻ പറ്റുന്നത് ചന്തു സലീം കുമാറാണ്. ഡെഫിനറ്റ്ലി ആ ഒരു ഹ്യൂമർ രംഗങ്ങൾ എനിക്ക് തോന്നുന്നു നസ്ലിൻ്റെ കൂടെ തന്നെ ചന്തു സലീം കുമാറും നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്.
ഈ ഒരു സിനിമയിൽ പിന്നെ നമുക്കെടുത്ത് പറയാൻ പറ്റണത് ഒരു ഫ്ലാഷ് ബാക്കാണ്. കല്യാണി അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊരു ചെറിയ കുട്ടിയാണ് അതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ആ ഒരു സീക്വൻസ് ഞാനതിനെ പറ്റി പറയുന്നില്ലേ കൂടുതൽ. ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നാം. അത്തരം രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണേക്കാളും കൂടുതൽ ഒരുപാട് ക്യാമിയോ അപ്പിയറൻസ് ആണ് വന്നു പോണത്. പടത്തിൻ്റെ ഒരു സ്റ്റേജ് മുതൽ ഇങ്ങനെ ഓരോ സ്റ്റേജിലേക്ക് പോകുന്തോറും പുതിയ സംഭവങ്ങളും പുതിയ ക്യാരക്ടേഴ്സിനെയും റിവീൽ ചെയ്തിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. അത് കാരണം നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുന്തോറും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടുന്ന രീതിയിലാണ് പടത്തിൻ്റെ സ്റ്റോറി ലൈനിലുള്ള ഒരു ഗ്രോത്ത്. നമ്മൾ ആ സിനിമ കഴിഞ്ഞ് ഒരു എൻഡ് ക്രെഡിറ്റാന്ന് തോന്നുന്ന ഒരു ഭാഗത്ത് നമ്മൾ എഴുന്നേറ്റ് പോണ സമയത്ത് വീണ്ടും അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു പാർട്ട് 2ലേക്കുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇനി സിനിമ കാണാൻ പോകുന്ന എല്ലാവരും ആ ഒരു എക്സ്റ്റൻഷനും കൂടിയും കണ്ടിട്ട് വേണം ആ തിയേറ്ററിൽ നിന്ന് പോകാൻ. ഡെഫിനറ്റ്ലി എല്ലാവരും ഇതിൻ്റെ ഒരു പാർട്ട് 2ന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയും നല്ല രീതിയിൽ വന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ ഫ്രം മലയാളം ഇൻഡസ്ട്രി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സിനിമേനെ. ഇതുവരെ കാണാത്ത ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് കാണേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ലോക. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.